അപ്പൊ ഇതേതാ ലഹരിയാണ് സംഗീതം? ഇത് ലഹരിക്കെതിരെ ബാസ് മ്യൂസിക്, ഞങ്ങള് ബി ടീം സൗഹൃദ കൂട്ടായ്മന്റെ ബാസ് മ്യൂസിക് ടീമാണ്. ഇവരാണ് ഇതിന്റെ, കൃഷ്ണനാണ് ഇതിന്റെ പ്രസിഡന്റ്. ഇങ്ങോട്ട് വരും പറഞ്ഞു കൃഷ്ണ പറഞ്ഞു. ബാസ് മ്യൂസിക് ബി ടീം സൗഹൃദ കൂട്ടായ്മയിൽ ഉൾപ്പെട്ട ബാസ് മ്യൂസിക് ആണ്. എന്താ അതിന്റെ പ്രത്യേകത? നമ്മുടെ എല്ലാവരും കുട്ടികളെ ക്ലാസ് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ അത്യാവശ്യം പാടാനുള്ള കഴിവുള്ള എല്ലാവരും ഉണ്ട്. മക്കളെ, നിങ്ങളെ അന്വേഷിച്ച് കാണാൻ വന്നത് നിങ്ങളെ കണ്ടില്ലല്ലോ. നിങ്ങൾ എവിടെയാ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളെ ഒന്നും കണ്ടില്ല. നമ്മളെ കണ്ട് സംസാരിച്ചല്ലോ സാറിന്. സംസാരിച്ചു. സുഖം. അപ്പൊ നിങ്ങൾക്കല്ല, സ്ഥിരമായിട്ട് കുറച്ച് നടക്കുന്ന സ്ത്രീകളുണ്ട് ഇവിടെ വേങ്ങരയില്. ഞങ്ങൾ നടത്തം തുടക്കിച്ച് അവരെ കൊണ്ടാണ്. നടപ്പുകാര് വിളിക്കും. ഹേയ്, ഇവിടെ എന്താ പറയാ, ഫുള്ള് CCTV ആയതുകൊണ്ട് ഒരു ദുർനടപ്പ് നടക്കൂല. വരൂ. ഓ എന്റെ പൊന്നെ, സൂപ്പറായത്. നമ്മള് നടക്കുന്നില്ല, നിങ്ങളെല്ലാം യങ്സ്റ്റേഴ്സ് ആണല്ലോ. സുഖാണല്ലോ. എന്താ പേര്? ഓക്കെ. നടപ്പ് എങ്ങനെയുണ്ട്? കുറെ കാലമായി തുടങ്ങിയിട്ട്. ആരോഗ്യം എങ്ങനെ? കൈ കൊടുത്ത ഓക്കെ, താങ്ക് യു. നല്ല ലോഷനൊക്കെ ഇട്ട് കഴിയാ. നമ്മള് കേരളത്തിൽ ഈ കുളമ്പ് രോഗം വന്നിട്ട് ഒരുപാട് മൃഗങ്ങളെ നമ്മള് നശിപ്പിക്കലായിരുന്നു. അതിന് പ്രതിവിധി കണ്ടത് കുളമ്പ് രോഗം ചികിത്സിക്കാൻ ഇന്ന് ഇന്ത്യയിൽ നമ്പർ ലാമിനൈറ്റിസ്, പശുക്കളെ മുടന്ത്, അതിന് കേരളത്തില് നമ്മളെ അറിയാലോ കർഷകരെ പ്രതിസന്ധി. അപ്പൊ അതില് അധികം മരണനിരക്ക് കൂടുതലുള്ള ഒരു മേഖലയാണ് ഊഫില് കാലിന് മുടന്ത് വരിക. അപ്പൊ അതിന് ലാമിനൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിന് സൗത്ത് ഇന്ത്യയില് ഞങ്ങള് ടീം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഓൾ കേരള സർവീസ് ഉണ്ട്. ഞങ്ങളുടെ ചില ആളുകൾക്ക് ചില കുളമ്പ് രോഗമുണ്ട്. അത് ഭയങ്കരന്റെ അഭിമാനമാണ്. അതേപോലെ തന്നെ ഭയങ്കര പാമ്പ് പിടിക്കുന്ന ഒരാളുണ്ട്. ലോകത്തുള്ള എല്ലാ പാമ്പിനും പോയി പിടിക്കും. അത് ഞങ്ങൾ പാമ്പിന്റെ ശല്യമുണ്ടോ? ഓ എന്റെ പോലെ ക്യാമറയിലൊന്നും കാണിച്ചു. ചെയ്യാൻ പറ്റൂല. ക്യാമറയിലൊന്ന് കാണിച്ചു. ഇപ്പൊ ചെയ്യണ്ട. ആ കണ്ട, അദ്ദേഹം പണ്ട് പിടിച്ച ഒരു പാമ്പ അല്ലേ? ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ ഇതില്? വനംവകുപ്പിന്റെ പാമ്പിന് പിടുത്തക്കാരനായിരുന്നു. അല്ല, വനംവകുപ്പ് പറയുന്ന രീതി തന്നെ ശാസ്ത്രീയമായി ശിഷ്യഗണങ്ങളുണ്ടോ? ശിഷ്യഗണങ്ങളുണ്ടോ? പറ്റൂല. അല്ല, ഇവിടുന്ന് പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. വലിയൊരു മൂർഖനെ പിടിച്ചു. അങ്ങേക്ക് തന്നെ കൊടുത്തോ? അല്ല, നമ്മള് പിടിച്ച പാമ്പിനൊക്കെ എന്ത് ചെയ്യും? ഫോറസ്റ്റിന് കൈമാറും. വനംവകുപ്പിന് കൈമാറും അല്ലേ? ഉണ്ട്. രാജഗോപാല ഇവിടെ വരലുണ്ട്. ഇവരെല്ലാം ഒരേ ഗ്രൂപ്പാ? അല്ല, ഇവിടെ ഫുട്ബോൾ കാണാനായിട്ട് വരും. പാമ്പ് ബ്രദേഴ്സ്. ഓ ഇതാണ് രാജഗോപാലയാണല്ലോ. രാജഗോപാല ഇത് കിടിലമാണല്ലോ. അല്ല കിണ്ണ സാധന. ഓക്കെ, ഇതൊക്കെ കണ്ടാ പിന്നെ 10 ദിവസം നമ്മൾ ഉറങ്ങത്തില്ല. അത് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്താണ് വാ പൊളിച്ചത്.